കഴിഞ്ഞ PSC ടെസ്റ്റിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും ഡാഷ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. കേരളത്തിലെന്നല്ല ഇന്ത്യയെ ഒട്ടുക്കുമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ് ബൈജു. അതെ, ഇന്ന് നമ്മുടെ ബൈജു നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പ്രശാന്ത് പുന്നപ്ര എന്നാണ്. പലർക്കും ബൈജു എന്ന പേരിലേ മാത്രം അറിയുള്ളൂ. പ്രശാന്ത് ഏട്ടാ, സാധാരണഗതിയിൽ ഇപ്പോൾ ഓരോരുത്തർ പ്രശസ്തരാകുന്നത് സ്വന്തം പേരിലാണ്. ഇപ്പം പ്രശാന്ത് പുന്നപ്ര എന്നാണ്. പക്ഷെ താങ്കൾ പ്രശസ്തനായിരിക്കുന്ന ബൈജു എന്ന കഥാപാത്രത്തിന്റെ പേരിലാണ്. ഈ പ്രശസ്തിയെ താങ്കൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? പ്രശസ്തി ഉൾക്കൊള്ളുന്ന പറഞ്ഞാൽ നമുക്ക് ഒരാൾ തരുന്ന അംഗീകാരമില്ലേ, കാരണം നമ്മൾ അയാളുടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ അറിയാണ്ട് അവരുടെ മനസ്സിലിരിക്കുന്ന ഒരു കഥാപാത്രത്തെയാണെന്ന് അപ്പോൾ അവർ തന്ന ആ പേര്, നമ്മൾ ആ പേരിട്ടെങ്കിലും അവരുടെ മനസ്സിൽ ആ പേര് ശരിക്കും തങ്ങിയപ്പോഴത്തേക്ക് അതിന് വളരെ സന്തോഷമുണ്ട്. അതെ, ശരി. ഈ ബൈജു എന്ന് പറയുന്ന കഥാപാത്രം സാങ്കല്പികമാണോ അതോ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും കഥാപാത്രമാണോ? ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതാണ്. ജീവിച്ചിരിപ്പുണ്ട്. എങ്ങനെയായിരുന്നു ഇദ്ദേഹവുമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ? ഈ കഥാപാത്രം എന്ന് പറയുന്ന ആള് അങ്കമാലിയിൽ താമസിക്കുന്നതാണ്. അങ്കമാലി നമ്മുടെ ബസ് സ്റ്റാൻഡ് ഫ്രണ്ടിൽ ആ ജംഗ്ഷനിൽ ഒരു ഓളമുണ്ട്. അത് അവിടെയുള്ള എല്ലാ മിക്ക ആൾക്കാർക്കും അറിയാൻ പുള്ളി. ഞങ്ങൾ ഇതുപോലെ ഗൾഫ് ട്രിപ്പ് പോകാൻ വേണ്ടി ഞാൻ, ഉണ്ണി, മനോജ് എല്ലാവരും കൂടി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്കിറ്റ് ഉണ്ടാക്കി. ഒരു തല്ല് കൊള്ളുക എന്നുള്ള, അടി കിട്ടുന്ന ഒരാളുടെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി. അതിനുശേഷം ചെന്നപ്പോഴത്തേക്ക് അങ്കമാലിയിൽ വെച്ച് പ്രോഗ്രാമിന് പോകാൻ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടാണ് ഈ പുള്ളി ഞങ്ങൾ കണ്ടത്. അപ്പോൾ പുള്ളി പാടുന്ന പാട്ടാണ് ഈ വഴിയരികിൽ പതിതനായി കാത്തു നിൽക്കും ബൈജു എന്നുള്ളത്. ആ പാട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പം ആ ക്യാരക്ടറിന് ആ പേരിലാണ്. അത് ശരി. അത് കഴിഞ്ഞിട്ട് അതിന്റെ ശേഷവും പിന്നെ കണ്ടിട്ടുണ്ടോ ഈ കഥാപാത്രത്തെ? അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല. അത് ശരി. സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാ മിമിക്രിക്കാർക്കും ഒരുപാട്, ഇപ്പൊ കലയിൽ തന്നെയാണെങ്കിൽ ചില പാട്ട് പാടും, ചില ഡാൻസ് ചെയ്യും. അങ്ങനെ പ്രശാന്ത് ഏട്ടന് തൻ്റെതായ എന്തെങ്കിലും ഒരു വെറൈറ്റീസ് ഉണ്ടോ സ്റ്റേജിൽ? വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ പാട്ട് പാടാൻ താല്പര്യമുണ്ട്, പിന്നെ ഡാൻസ് ചെയ്യണം. ഡാൻസ് ചെയ്യണം, അത് ശരി. ഞങ്ങൾ ഗൾഫ് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ സാധാരണ ചെയ്യാറുണ്ട്. എന്ന് പറയുന്ന പോലെ ഡാൻസ് ചെയ്യുന്നത് വലിയ താല്പര്യമുണ്ട്. ആണോ? ഡാൻസ് ചെയ്യാറുണ്ടോ? അല്ലാതെ ആണോ? ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഡാൻസ് ചെയ്യും. കൂട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്താൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മിമിക്രി ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും അവർക്ക് എന്ത് വേഷവും ചെയ്യാം. എന്ന് വെച്ചാൽ എന്ത് വേഷം എന്നല്ല ഉദ്ദേശിച്ചത്, സ്റ്റേജ് പെർഫോമൻസ് അവർക്ക് എന്തും ചെയ്യാം. കുട്ടിയായിട്ട് ചെയ്യാം, വയസ്സായിട്ടൊരു ക്യാരക്ടർ ചെയ്യാം. പക്ഷേ ഫിലിം ആക്ടേഴ്സ് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഏജിന് പറ്റുന്ന വേഷങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തതും ചെയ്യാം. അത് പക്ഷേ ഒരു വളരെ വിരളമായിട്ട് ലഭിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വളരെ നമുക്ക് എന്ത് വേണമെങ്കിലും പെർഫോം ചെയ്യാം. അതിൻ്റെ റിസൾട്ടും വളരെയധികം വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ദേവി ചന്ദന, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്, പുള്ളിക്കാരി ഒരു ആർട്ടിസ്റ്റാണ്. കുഞ്ഞ് കുട്ടികളുടെ സൗണ്ട് മുതൽ വലിയ അമ്മൂമ്മയായിട്ട് അങ്ങനെ ഒത്തിരി വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അമ്മ എനിക്ക് എന്നും പാല് തരും. അതൊന്നും തന്നെയല്ല, പിന്നെ എന്തിനാ വായിക്കണേ? പാടം പാടം ആറ് ട്രെയിൻ പാടോ ആറ് ട്രെയിൻ ട്രെയിൻ. അമ്മേ, അമ്മച്ചി, അമ്മച്ചി, അമ്മ ഇതാ അവിടെ കിടക്കുവാ. ഇങ്ങോട്ട് വന്നോളൂ. അടുക്കളയിൽ മാത്രം പണി. അമ്മ സിനിമക്കാരെ അമ്മനെ പോലെ ചുമ്മാ കരാറിലൊക്കെ ചുണ്ട് നടക്കുക. അമ്മ ഇങ്ങോട്ട് വന്നേ, ചുമ്മാ വാക്കുവാലിക്കില്ലാത്തത്. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട്. എന്താ എന്റെ ടിറ്റു മോനെ? ഇത് നോക്കി, ഇതിനകത്തൊരു സംശയം. സംശയോ? ഇന്ന് നിന്റെ സംശയം തീർത്തിട്ടേ ഉള്ളൂ, പറ. അതെ, ഈ ട്രെയിൻ കണ്ടുപിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നു. എന്നാ ഇതന്നെ? എങ്ങനെ? ട്രെയിനില്ല, ട്രെയിൻ നീളത്തിൽ ഇങ്ങനെ ട്രെയിൻ കണ്ടുപിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നു. എന്നാ ഇതന്നെ? അതിലിപ്പോ എന്നാ? ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലായിരുന്നെങ്കിൽ ട്രെയിനെ കൊണ്ട് എവിടെ കൊണ്ട് നിർത്തിയിടും. എന്റെ ദൈവമേ, ഇവന്റെ ഒരു കാര്യം. നീ ഇത്രയും വലിയ കാര്യം ഒന്നും ആലോചിക്കണ്ട. പാഠം നാളെ പഠിക്കാനുള്ള എല്ലാം ഉറക്കമായി. ഇപ്പൊ അച്ഛൻ വരും കേട്ടോ. അച്ഛൻ വന്നെനിക്ക് പേടി. എനിക്ക് എന്റെ ദൈവമേ, നീ എന്തിനാണ് അച്ഛനെ ഇങ്ങനെ പേടിക്കുന്നത്? അത് ഞാൻ ഇടയ്ക്ക് ഇത്തിരി കള്ളു കുടിക്കുന്നല്ലേ ഉള്ളൂ. ചിലപ്പോ കുടിച്ചു കഴിഞ്ഞാൽ 2 അടി അടിക്കും, അത്രല്ലേ ഉള്ളൂ. അതെ, അതല്ല, അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ പാടം എന്നോട് ഉറക്കം വായിക്കാൻ പറയൂലേ? എടാ മോനെ, പാഠം ഉറക്ക വായിക്കുന്നത് നല്ലതാ, എല്ലാം ഓർമ്മ നിക്കും. നാളെ പഠിച്ചോണ്ട് പാടം ഏതാണെന്നറിയാമോ? ഏതാ? പാടം 7ആണ്. അത് ഉറക്കം വായിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ തലവണ്ടി അടിച്ചു വിളിക്കും. എടാ, പാഠം 7 ഉറക്ക വായിക്കുന്നതിന് എന്നാ കുഴപ്പം? അമ്മ, പാടം 7 തന്നെ അറിയാമോ? ഏതാ? കുറുക്കൻ. കുറുക്കൻ? അതിനിപ്പോ എന്നാ? കുറുക്കൻ എന്ന് പറഞ്ഞാൽ എന്താന്നോ? അച്ഛന്റെ ഇരട്ടപ്പനാണ് കുറുക്കൻ. അപ്പൊ പിന്നെ ഉറക്കം വായിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തലയിൽ അമ്മയുടെ തലയും കൂടി തല്ലി
അത് നേരാ, നീ അത് ഉറക്കെ വായിക്കണ്ട. ചിലപ്പോ നിന്റെ അല്ലേ എന്റെ തലമണ്ടെ തല്ലി പൊളിക്കും. ഈ സർക്കാരിന്റെ ഓരോ കാര്യങ്ങളെ. ഈ നാട്ടിൽ എന്തോരം മൃഗങ്ങളുണ്ട്. കുതിര, ആന, പശു, കഴുത. ഇതിന്റെ ഒന്നും പാടം ഇറക്കാതെ ഈ കുറുക്കന്റെ പാടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്ത് ചെയ്യാനാ നോക്കണേ? മോനത് വായിക്കണ്ട. ഈ അച്ഛനെ നാട്ടുകാര് മൊത്തം ഇങ്ങനെ കുറുക്കാന്ന് വിളിക്കണേ. അതൊരു വലിയ രഹസ്യമാ. എന്നിട്ട് പരസ്യമായിട്ടുള്ള നാട്ടുകാരിങ്ങനെ വിളിക്കണേ. അത് പിന്നെ വിളിച്ചങ്ങ് പരസ്യമായി പോയതാ. അല്ല എന്തിനാ എന്നാലും കുറുക്കാന്നൊക്കെ വിളിക്കണേ? എന്നതിനത് അതെന്താന്നറിയാമോ? മോന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ മോഷണമായിരുന്നു ജോലി. അയ്യേ മോന്റെ അച്ഛൻ മാത്രമല്ല, മോന്റെ അച്ഛനും അപ്പൂപ്പനും മുത്തച്ഛനും മുത്തച്ഛന്റെ അപ്പൂപ്പനും മുത്തച്ഛന്റെ മുത്തച്ഛനും അങ്ങനെ പരമ്പരാഗതമായിട്ട് കോഴി മോഷ്ടാക്കളായിരുന്നു എല്ലാരും. അപ്പൊ എനിക്കൊരു സംശയം, ഞാനും വലുതായി കഴിയുമ്പോ കോഴിക്കള്ളനായി മാറും. അതുകൊണ്ടല്ലേ ഈ അമ്മ ദിവസവും പ്രാർത്ഥിക്കുന്നത്, നീ വലുതാവല്ലേ വലുതാവല്ലേ, എപ്പോഴും ഇങ്ങനെ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കണേന്ന്. അതുകൊണ്ട് ഞാനിങ്ങനെ വലുതായിട്ട് ചെറുതായി പോണേ. അതാണ് എന്റെ പ്രാർത്ഥനയുടെ ഫലം. അതൊക്കെ പോട്ടെ, എന്നിട്ട് അമ്മ ബാക്കി പറ. ഒരു ദിവസം രാത്രി നിന്റെ അച്ഛൻ പതുങ്ങി കോഴിയെ മോഷ്ടിക്കാൻ എന്റെ വീട്ടിലെത്തി. അങ്ങനെ കോഴിയെ മോഷ്ടിക്കാൻ പതുങ്ങി വന്ന അച്ഛനെ ഞാൻ ചാടി അങ്ങ് പിടിച്ചു. അന്ന് പിടിച്ച പിടി ഞാൻ ഇന്ന് വരെ വിട്ടിട്ടില്ല ടിറ്റു മോനെ. അത് ശരി. അപ്പൊ അമ്മയില് കുഴപ്പമൊക്കെ ഉണ്ടാക്കിയേ? കുഴപ്പമുണ്ടാക്കിയോ? എന്നെ കുഴപ്പം? അമ്മ കേറി പിടിച്ച പിടി അങ്ങോട്ട് വിടണ്ടായിരുന്നു. അതിനെത്തിനാ? അങ്ങനെ വിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ കടക്കാര് വായ കൊണ്ട് കുറുക്കന്റെ മോനെ പറ. അതെങ്ങാനും കേട്ടോണ്ട് വന്നാ മതി നിന്റെ അച്ഛൻ. ചുമ്മാ പറഞ്ഞായിരുന്നു. നമ്മുടെ രണ്ടുപേരുടെയും കാര്യം പോക്കാ. നിനക്കറിയാലോ, ആ വടക്കേതിലെ കുമാരൻ അറിയാതെ കുറുക്കൻ എന്നൊന്ന് പറഞ്ഞു പോയതാ. പിന്നെ 3 ദിവസം കഴിഞ്ഞാ ബോധം വീണത്. കുമാരന്റെ അല്ല, നിന്റെ അച്ഛന്റെ. ആ കുമാരൻ എടുത്തിട്ട് ഇടിച്ച ഇടി ഒന്ന് കാണണായിരുന്നു. പോട്ടെ, നീ പാഠം വായിക്കും. ഒരു പ്രാവശ്യം വായിച്ചാ മതി. പാഠം 7 കുറുക്കൻ. പട്ടികൾ ഓരിയിരുന്നു, എന്റെ ദൈവമേ, നീ അത് വായിക്കണ്ട. ഈ പേപ്പർ നിറച്ചു കുറുക്കന്മാര്. നീ ഒരു കാര്യം ചെയ്യ്, ഈ കുറുക്കനെ അങ്ങ് വിഴുങ്ങിയേര്. എടാ കുറുക്കന്റെ മോനെ, കുറുക്കനെ വിഴുങ്ങാന്ന് പറഞ്ഞാ ഈ കുറുക്കൻ എന്ന വാക്ക് മാറ്റി ബാക്കി വായിക്കേ, അപ്പൊ കറക്റ്റാ. അച്ഛൻ പറഞ്ഞ പോലെയല്ല അമ്മയുടെ തലക്കകത്തുണ്ട്. എന്തോന്ന്? മണ്ണ്, ബുദ്ധി. വായിക്ക്. പാഠം 7. അതിനതാ? അത് വിഴുങ്ങിയതായിരുന്നു കുറുക്കനെ. ശരി, വായിച്ചു. പാഠം 7. എന്റെ ദൈവമേ, ഇന്നും കുടിച്ചോണ്ടാണോ വന്നിരിക്കുന്നത്? എന്തുവാ ഇത്? എന്താ പ്രശ്നം? ഇവൻ എന്തുവല്ലേ വിളിച്ചതെന്ന് ചോദിച്ചു. എന്തുവാ വിളിച്ചത്? ഞാനൊന്നും വിളിച്ചില്ല പെങ്ങളെ, ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടം. അങ്ങനെ ഒരു ഉപകാരമല്ലേ ചോദിച്ചോ? കൂട്ടുകാരുടെ വീട്ടിലേക്കുള്ള വഴിയല്ലേ ചോദിച്ചുള്ളൂ. ഇവനെന്തുവല്ലേ വിളിച്ചെന്ന് നീ ചോദിക്കും. എന്തുവാ നിങ്ങൾ ചോദിച്ചത്? എന്റെ പെങ്ങളെ, എന്റെ വീട് ഇവിടെയല്ല, അങ്ങ് കണ്ണൂരാ. ഞാൻ ഈ കുറുക്കഞ്ചേരിക്കുള്ള കുറുക്ക് വഴി ചോദിച്ചു. അതിനാണ് ഇയാൾ. എന്താണോ നീ പൊന്നു സുഹൃത്തെ, ഒരു പ്രശ്നമുണ്ട്. അതെ, കുറുക്കൻ എന്നുള്ളത് അതിയാന്റെ ഇരട്ടപ്പേരാ. അതുകൊണ്ട് കുറുക്കൻ എന്ന് വിളിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. സോറി. അയ്യോ ഏട്ടാ, അറിയാണ്ട് വിളിച്ചു പോയതാ. സോറി. നീ ഒന്നും സോറി. മാപ്പ്. അങ്ങനെയല്ല, കെട്ടിപ്പിടിച്ച് മാപ്പ് പറയണം. മാപ്പ് പറയണം. വലിയ അലമ്പോഴല്ലേ പോയി. സോറി അറിയാണ്ട് സോറി. ഇതൊന്നും പറയണ്ട, നീ പോയിക്കോ. എന്നാലും എന്തോ ഒരു വിഷമമുണ്ട്. ആർക്ക്? എന്നോട് എന്തോ ഒരു വിഷമമുണ്ട് ചേച്ചി. എനിക്കൊരു എന്തോ വിഷമമുണ്ട്. സോറി. നീ ഒരു മാപ്പും നീ ഇവിടെ ഇറങ്ങിപ്പോയി. ചിരിച്ചിട്ട് പോകാൻ പറയണം. അറിയാണ്ട് പറ്റിപ്പോയതാ. പ്ലീസ് ഒന്ന് ചിരിച്ചേരെ. എനിക്ക് അറിയത്തില്ല. പ്ലീസ്. സമാധാനമായി പോട്ടെ. അറിയാൻ സോറിടാ, കാണാം. എന്ത് തങ്കപ്പെട്ട കൊച്ചനല്ലേ. നമുക്കൊരു മോളുണ്ടായിരുന്നു, അവനെ കൊണ്ട് കെട്ടിക്കല്ലേ. പിന്നല്ലാതെ നല്ല സ്വഭാവ. ഇപ്പൊ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ എന്തായാലും പോയനെ. പിന്നെ എടുത്തോളാം, കെട്ടടാ. നമ്മുടെ മോളെന്ത് അവനെ കൊണ്ട് വിളിച്ച്? അവൻ പാടമൊക്കെ നന്നായിട്ട് പഠിച്ച് കിടന്നുറങ്ങുക. എടി, ഞാൻ വന്നിട്ട് കിടന്നുറങ്ങാനുള്ള അവനോട് ഞാൻ പറഞ്ഞാണല്ലോ. പിന്നെന്താ, അവനിപ്പൊ കിടന്നല്ലേ, ഇനിയിപ്പൊ വിളിക്കണ്ടെന്നേ. അങ്ങനെ കിടന്നുറങ്ങാൻ ശരിയാത്തില്ല. വിളിച്ചോണ്ട് പാടി അവന്. മോനെ ടിറ്റു. എന്റെ പുല്ലാന്റെ മോനിങ് വന്നേ. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ? അടിപൊളിയായിരുന്നു. എളുപ്പമായിരുന്നു.
ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിരുന്നല്ലേ? സിമ്പിൾ ആയിരുന്നു, എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു. അപ്പൊ ഈ വർഷം മോൻ ജയിക്കും. ചോദ്യം എളുപ്പമായിരുന്നു, ഉത്തരവൊക്കെ ഭയങ്കര പാടായിരുന്നു. അതെന്താ? അങ്ങനെയായിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ. ആണോ? ഒരു കാര്യം ചെയ്യും, ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. ഞങ്ങളുണ്ടെന്ന് അറിയട്ടെ അച്ഛൻ, അറിയട്ടെ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് യൂസബിൾ വേർഡ്സ്. മനസ്സിലായോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? എടാ, അത് ഇതും പറയാല്ല. ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയാണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി കരുണാനിധി ആണെന്ന് ഇപ്പൊ ഷാപ്പിൽ പറഞ്ഞാണ്. എന്റെ അമ്മച്ചാണ് നീതി ശാഖോൻ പറഞ്ഞ. IM വിജയൻ കേരളത്തിന്റെ ഡാഷാണ്. IM വിജയൻ ക്രിക്കറ്റുകാരനാണോ? എടാ, IM വിജയൻ നീന്തൽ താരമാണ്, നീന്തൽ താരം. മനസ്സിലായോ? നീ ഇന്നലെ നമ്മൾ പഠിച്ച പാഠം ഏതാ? പാഠം ഏതാ? 6. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണ പാഠം ഏതാ? അതിന് ഇടയ്ക്കുള്ള 7 വഴി പാമ്പാട്ട് നടക്കും. ആയി ശരി. എടാ, ആദ്യം ഇതും പറയാൻ നീ 7ാമത്തെ പാഠം വായിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് 7ാമത്തെ പാഠം വായിക്കുക. അവൻ നമ്പറും കൊണ്ട് ഇറങ്ങിയിരിക്കുക അവൻ. ആ പാഠം 7 അങ്ങോട്ട് വായിച്ചാൽ മതി. എന്താടാ? ആരാ? ചോറിന്റെ കാര്യം അവിടെ വയ്ക്കട്ടെ. അതിന് നീ പാഠം വായിക്കുക. 7ാമത്തെ പാഠം അങ്ങോട്ട് വായിക്കും. ഞങ്ങളുടെ സ്കൂളിലെ ബോർഡിൽ പിള്ളേര് എഴുതി വെച്ചിരിക്കുന്നു. ഗോമതി ടീച്ചറും വാസുദേവൻ സാറും കൂടെ കൂടി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചു. ഞാനത് മാറ്റി കളഞ്ഞാ. അതാണ് മോനെ ഗുരുഭക്തി. ഗുരുഭക്തി വേണം. ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഗുരുഭക്തി വേണം. ഈ അച്ഛൻ ഈ സ്ഥിതിയിലെത്തിച്ച് ഗുരുഭക്തി വരണം. മനസ്സിലായി? എന്നിട്ട് ഞാനുണ്ടല്ലോ, എന്നിട്ട് അവിടെ ചോക്ക് എടുത്തോണ്ട് വന്ന് നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള വലിയ മതിൽ അതിൽ ഞാൻ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചു. ഗോമതി ടീച്ചറും വാസുദേവൻ സാറും കൂടെ കൂടി ഇങ്ങനെയൊക്കെ ആറുന്നു പറഞ്ഞു. ഞാൻ എഴുതി വെച്ചു. ആവശ്യമില്ലാത്ത പണിക്ക് പോയിരിക്കുന്നു. നീ പുസ്തകം വായിക്കണം. അപ്പൊ ഗോമതി ടീച്ചറുടെ കാര്യത്തിന് പോയിരിക്കുന്നു. നീ പുസ്തകം വായിക്കും. രാത്രി 12 മണി. നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? ഇവിടെ പറഞ്ഞേ. നീ 7ാമത്തെ പാഠം വായിച്ച് ഒന്ന് മറ്റേ ഈ ചുരുണ്ട മുടി വെച്ച് ഇങ്ങനെ ഞെളിഞ്ഞടക്കണ പെണ്ണുമ്പിള്ളേ? അതല്ല, ഞെളിഞ്ഞ മുടി വെച്ചിട്ട് ചുരുണ്ട് കിടക്കണ ടീച്ചർ. ആ ടീച്ചർ ആരാണെന്ന് അറിയാമോ? ഒരു ദിവസം ഞാനും അച്ഛനോട് കൂടെ കവലിക്ക് പോയില്ലായിരുന്നു. കവലിക്ക് പോയപ്പോ ഞാൻ ഇങ്ങനെ മുട്ടായി മേടിക്കാനായിട്ട് ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ അച്ഛനിങ്ങനെ ഒരു പെണ്ണ് കടന്നു പോയപ്പോഴത്തേക്കും ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ നോക്കിയെന്നില്ലായിരുന്നു. അപ്പൊ കട അങ്ങനെ നോക്കിയിരുന്നപ്പോ കടക്കാരൻ ചണ്ടിക്കുഞ്ഞ് എന്തിനാടാ ടീച്ചറിന്റെ നേരെ വായി നോക്കി നിൽക്കുന്നത്? ഈ ഗോമതി ടീച്ചർ ഉണ്ടല്ലോ, ഈ ഗോമതി ടീച്ചർ എപ്പോഴും അച്ഛന്റെ കാര്യം ചോദിക്കും. അച്ഛന്റെ കാര്യം ചോദിക്കും. ഗോമതി ടീച്ചർ എന്നാ പറഞ്ഞു അച്ഛന്റെ കാര്യം? ഗോമതി ടീച്ചർ പറയാനേ, നീ ഏത് കരുതേട മോനാടാ, നീ ഏത് കരുതേട മോനാടാ. പുസ്തകം വായിക്കണം. അച്ഛനെ തല്ലുന്നതാ. വായിക്കണം, പുസ്തകം വായിക്കണം. രാത്രിയായപ്പോ പാതിരാത്രി 12 മണിയായപ്പോ പട്ടികൾ ഓടി. ഈ പട്ടികളിലൂടെ അതിന്റെ വീട്ടിൽ ചെന്ന് എന്നിട്ട് നീ എന്താ വായിച്ചു തീരാ? ഈ പുസ്തകത്തിൽ നോക്ക് വായിക്കും. അതിന്റെ ഇടയ്ക്ക് കൂന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതാരാ കൂന്നെന്നുള്ള അങ്ങോട്ട് വായിക്കും. നീ ഇതൊന്നും മുള്ളണ്ട. നീ പുസ്തകം വായിക്കും. പുസ്തകം വായിച്ചു. കൂന്ന് ആരാന്ന് പറഞ്ഞിട്ട് നീ മുള്ളിയാ മതി. 12 മണി? എവിടെ 12 മണി? 12 മണിയായപ്പോ പട്ടികൾ ഓടി. ഓടിയപ്പോ ആരാ കൂന്നെന്ന് പറയടാ. ആരാ കൂന്നെന്ന് പറയടാ. ആരാണോ കൂന്ന്? പട്ടികളോടി. അച്ഛന്റെ ഇവിടെ കൊതുകിരിക്കുന്നു. അതൊക്കെ പോട്ടെ. പുസ്തകം രാത്രി 12 പട്ടികളും ഓടി. എടാ, പട്ടി ഓടുവോ ചാടുവോ തലകുത്തി മറിയോ അതൊന്നും എനിക്കറിയണ്ട. ഇവിടെ ഇപ്പൊ ഏത് തെണ്ടിയാ കൂയെന്ന് പറ. വായിക്കട അങ്ങോട്ട്.
ഏ